അടുത്തിടെ ഇസ്രായേൽ ഇറാനിൽ ഒരു പ്രതികാര ആക്രമണം നടത്തി. 200-ൽ കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽസ് ഇറാൻ ഇസ്രായേലിന് നേരെ അയച്ചതിന് പ്രതികാരമായി ഇസ്രായേൽ ഇറാനിൽ അവരുടെ ഏരിയൽ അറ്റാക്സ് എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ച് ചെയ്തു. അപ്പോ ഒരു വലിയ വാർത്തയായി അത് പുറത്തു വന്നത് ഇറാന്റെ S-300 അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് ഇസ്രായേലിന്റെ എയർഫോഴ്സ് വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞില്ലേ? ഇറാന്റെ പക്കൽ ശരിയായ എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്ക് ഇല്ല. ഇസ്രായേൽ ഇറാനുള്ളിൽ കടന്ന് സ്ട്രൈക്ക് നടത്തി എന്നൊക്കെ പല വിവരങ്ങൾ ഇപ്പോവരെയും പുറത്ത് പടരുന്നുണ്ട്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ഇസ്രായേലിന്റെ വിമാനങ്ങളെ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറാന് എതിരെ അറ്റാക്ക് നടത്താൻ വന്ന അല്ലെങ്കിൽ എസ്കോട്ടായി വന്ന F-35 വിമാനങ്ങളെ ജാം ചെയ്തിട്ടുള്ളതായി അറബ് ഡിഫൻസിൽ ഒരു ആർട്ടിക്കിൾ റിലീസ് ചെയ്തു. അതിന് സപ്പോർട്ടീവായി ഒരുപാട് തെളിവുകളും നൽകിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇസ്രായേലിന്റെ F-35 വിമാനങ്ങളെ ജാം ചെയ്തത് ഇറാനാണോ റഷ്യയാണോ? ഹിസ്ബുള്ളയുടെ നേതാവ് കൊല്ലപ്പെട്ടതിനും ഹമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിനും ഇറാൻ ശരിയായ പ്രതികാര നടപടി എടുക്കുമെന്ന് കുറെ മാസമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇവയ്ക്കെല്ലാം അടുത്തിടെയാണ് ഒരു അന്ത്യം സംഭവിച്ചത്. ഇസ്രായേലിനെതിരെ ഒരു വലിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇറാൻ ചെയ്തു. ഇതിനു മുൻപ് ഏപ്രിൽ മാസത്തിൽ ഇതുപോലൊരു സംഭവം നടന്നു. എന്നാൽ ഇത്തവണ ഇസ്രായേലിന്റെ പ്രതിരോധത്തെയെല്ലാം ഇറാൻ പൂർണ്ണമായും അന്ധമാക്കി, അല്ലെങ്കിൽ പൂർണ്ണമായും തകർത്തു എന്ന് തന്നെ പറയാം. ഇസ്രായേലിയർ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെല്ലാം ചിന്തിച്ചത് ഇറാന്റെ ആയുധങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഇത്രത്തോളം കടന്നു ചെല്ലും, അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് നെറ്റ്വർക്സിനെ അയൺ ഡോം, ആരോ സീരീസ്, അയൺ ഷീൽഡ് ഇതെല്ലാം തകർത്ത് അകത്തേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇറാൻ അവിടെ ചെയ്തു. എത്ര തന്നെ വലിയ ഒരു നാശനഷ്ടം ഇസ്രായേലിന് നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നാൽ ഇത്ര സ്ഥലങ്ങളിൽ ഞങ്ങൾ ആക്രമിച്ചു, ഇത്രയും സ്ഥലങ്ങളെ ഞങ്ങൾ തകർത്തു എന്നുള്ള ഒരു അവകാശവാദം ഇറാൻ ഉന്നയിക്കാൻ സാധിച്ചില്ല. ആക്രമിച്ചു എന്നുള്ളത് സത്യമാണ്, എന്നാൽ നാശനഷ്ടങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. കാരണം ഇറാന്റെ ഈ ആക്രമണം ഇസ്രായേലിന്റെ ഇമേജിനെ, ഇസ്രായേലിന്റെ പ്രതിരോധ നെറ്റ്വർക്ക്സ് ഇമേജിനെ മുഴുവനായും തകർത്ത് പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തു. എത്ര തന്നെ വലിയ പ്രതിരോധ ശൃംഖല ഉണ്ടെങ്കിലും കൂടുതൽ എണ്ണം മിസൈൽസ് അകത്തേക്ക് വരുമ്പോൾ ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഇസ്രായേലിനെയും മാറ്റി നിർത്താനാകില്ല എന്ന ഒരു ഘട്ടം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതിന് ഇസ്രായേൽ തീർച്ചയായും ഒരു റിട്ടാലിയേഷൻ ചെയ്തേ മതിയാകൂ. അതനുസരിച്ച് അവർ റിട്ടാലിയേഷനും ചെയ്തു. അതിപ്പോ ഒരു വലിയ സംസാരമായി മാറിയിരിക്കുന്നു. അതാണ് അറിയാൻ പോകുന്നത്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. 100-ൽ കൂടുതൽ ഫൈറ്റർ ജെറ്റ്സ് ഇറാനിലേക്ക് കടന്നു. F-35 ODS ഇസ്രായേലിനായിട്ടുള്ള പ്രത്യേക വേരിയന്റ് ആണ്. ഇത് അക്കമ്പനിയായി വന്നു. ഇവയെല്ലാം പുറത്തറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇസ്രായേൽ ഇതിനായി ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ ഉപയോഗിച്ചതെല്ലാം എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ചോദ്യം വന്നിട്ടുണ്ടാകണം. തീർച്ചയായും ആ ചോദ്യം വരണം. എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസ് അവരുടെ പക്കലുണ്ട്, കൂടാതെ ലാൻഡ് ബേസ്ഡ് മിസൈൽസും അവരുടെ പക്കലുണ്ട്. അവയെല്ലാം മാറ്റിവെച്ചിട്ട് ഇസ്രായേൽ എന്തുകൊണ്ട് ഈ മിസൈൽ തിരഞ്ഞെടുക്കണം? അതും റോക്ക് റാംപേജ്. ഈ രണ്ട് രീതിയിലുള്ള മിസൈൽസ് ഇവർ കൂടുതലായും തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ത്? എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽസിനെ സംബന്ധിച്ച് അതിന്റെ സ്പീഡ് ഇവർക്ക് അനുകൂലമാണെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഒരു വലിയ നാശം നൽകാൻ സാധിക്കില്ല. ഒരു പ്രത്യേക സ്ഥലത്ത് ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ വാർഹെഡിനനുസരിച്ചതുപോലെ സൈസ് വളരെ കൂടുതലായിരിക്കില്ല ഇസ്രായേലിന്റെ പക്കലുള്ള വേരിയൻസിനെ സംബന്ധിച്ച്. അപ്പോ ഒരു വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. മറ്റൊരു പ്രശ്നം ആരംഭിക്കുന്നത് എയർ ഡിഫൻസ് നെറ്റ്വർക്സിനെ കൊണ്ട് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഈ ക്രൂയിസ് മിസൈൽ അകത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി 80% കൂടുതലാണ്. S-300 അല്ലെങ്കിൽ ഇറാൻ ഉപയോഗിക്കുന്ന ബോബർ എയർ ഡിഫൻസ് സിസ്റ്റം ആയാലും ഇതിന്റെ പ്രോബബിലിറ്റി 80% കൂടുതലാണ്. അകത്ത് ഒരു 10 മിസൈൽ പോയാൽ 8 മിസൈൽസിനെങ്കിലും ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് ഒരു റിയൽ ഗെയിം ചേഞ്ചറായി മാറുന്നത്. സത്യത്തിൽ സോവിയറ്റ് കാലഘട്ടം മുതലേ അല്ലെങ്കിൽ കോൾഡ് വാർ കാലം മുതലേ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ടെക്നോളജി ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ ഉണ്ട്. എന്നാൽ അമേരിക്കയ്ക്ക് ഇതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം അവരുടെ പക്കൽ നേരത്തെ ക്രൂയിസ് മിസൈൽ ടെക്നോളജിയിൽ പല ആയിരക്കണക്കിന് മിസൈൽസ് സ്റ്റോക്കിലുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇസ്രായേൽ, ഇന്ത്യ, ചൈന, റഷ്യ
ഇങ്ങനെ കുറച്ചു രാജ്യങ്ങൾ ഈ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് കൂടുതലായും ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം ഇതിന്റെ വേഗതയാണ്. എയറിൽ നിന്നും ലോഞ്ച് ചെയ്ത ഉടനെ അടുത്ത ചില സെക്കൻഡിൽ തന്നെ ഇതിന്റെ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ തുടങ്ങും. കൂടാതെ സാധാരണ ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്താൽ ഈ ബാലിസ്റ്റിക് മിസൈൽസിനെ സംബന്ധിച്ച് ഹെവി ടാർഗറ്റ്സിനെ ആക്രമിക്കുന്നതിനും കുറഞ്ഞ ചിലവിൽ ആക്രമിക്കുന്നതിനും കൂടുതൽ നാശനഷ്ടം നൽകുന്നതിനും മുഴുവനായും ഒരു സ്ഥലത്തെ തകർക്കുന്നതിനും ബാലിസ്റ്റിക് മിസൈൽസ് ആണ് ഉള്ളതിൽ വെച്ച് നല്ല ഓപ്ഷൻ. എന്നാൽ സാധാരണ ഗ്രൗണ്ടിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്താൽ അതിന്റെ ട്രജറ്ററി, അത് ലോഞ്ചായി അതിന്റെ ആരംഭം മുതൽ A to Z വരെ ശത്രുവിനെ കൊണ്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്നാണ് അത് വരുന്നത്. ഈ പോയിന്റിൽ വെച്ച് നമ്മൾ തടയണം. ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ശത്രുക്കളെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതനുസരിച്ച് ആക്രമിക്കാനും സാധിക്കും. എന്നാൽ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസ് ആണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട നേട്ടം തന്നെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇവിടെ നിന്നും ലോഞ്ച് ചെയ്യാം, അവിടെ നിന്നും ലോഞ്ച് ചെയ്യാം, പുറകിൽ നിന്നും ലോഞ്ച് ചെയ്യാം. ഏത് മൂലയിൽ നിന്ന് വേണമെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റിനെ കൊണ്ടുപോയി ഈ മിസൈൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനാൽ കൃത്യമായ ഒരു സ്ഥലം ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇവിടെ നിന്നാണ് ഈ മിസൈൽ വരിക എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. റഡാറിന്റെ റേഞ്ചിനുള്ളിൽ അത് വരുമ്പോൾ മാത്രമേ അകത്തൊരു ടാർഗറ്റ് വരുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാവുകയുള്ളൂ. അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, കൂടുതൽ വാർഹെഡ്, കൂടുതൽ എക്സ്പ്ലോഷൻസ്, ഇവയെല്ലാം ഈ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസിന് ഇസ്രായേലിന് ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാക്കി മാറ്റി. അപ്പോ ഇത് എടുത്തുകൊണ്ടുവന്ന് അകത്തേക്ക് ആക്രമിക്കുകയും ചെയ്തു. ഇതിൽ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എങ്ങനെ വന്നു? ഇൻട്രോയിൽ യാതൊരു ബന്ധവുമില്ലാതെ റഷ്യ തടഞ്ഞില്ലേ എന്നൊരു കാര്യം പറഞ്ഞു. അത് എന്തുകൊണ്ട് പറഞ്ഞു? എന്തിനു വേണ്ടി പറഞ്ഞു? അതിനും കാരണമുണ്ട്. ഇപ്പോ ഇറാനിൽ ഇസ്രായേൽ ആക്രമിച്ചു. ഇറാഖിന്റെ മാപ്പ് നിങ്ങൾ നോക്കുക. ഈ പോയിന്റിൽ നിന്നാണ് ഒരു പക്ഷെ ഇസ്രായേൽ അവരുടെ മിസൈൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു വലിയ തിയറി ഉണ്ട്. കാരണം അവർ ലോഞ്ച് ചെയ്ത മിസൈൽസിന്റെ റേഞ്ച്, ആക്രമിച്ച ടാർഗറ്റ്, ആക്രമിച്ച രീതി, ഇതെല്ലാം വെച്ച് ഉപയോഗിച്ച മിസൈൽസ്, വിമാനം, ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ റേഞ്ചിൽ നിന്നാണ് തീർച്ചയായും ഇസ്രായേൽ അവരെ ആക്രമിച്ചിട്ടുണ്ടാവുക. ഇതെല്ലാം നടന്ന് അവസാനിച്ച കാര്യമാണ്. ഇവിടെ പ്രശ്നം സംഭവിച്ചത്, അല്ലെങ്കിൽ പുതുതായി ഇസ്രായേലിന്റെ വിമാനങ്ങളെ ട്രാക്ക് ചെയ്തു എന്നുള്ള സംസാരം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അറബിക് ഡിഫൻസ് ആയാലും അല്ലെങ്കിൽ ഇത് സംബന്ധിക്കുന്ന വാർത്തകളായാലും മാധ്യമങ്ങൾ ആദ്യം എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ അറിയണം. ഇസ്രായേൽ ഈ സ്ട്രൈക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹെവി അറ്റാക്ക് എയർക്രാഫ്റ്റ് ആണ്. കൂടാതെ F-35 എസ്കോട്ടായി കൊണ്ടുവന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം F-35 ഒരു സ്റ്റെൽത്ത് വിമാനമാണ്. ഇറാൻ മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങളുടെ മിസൈൽ വിരുദ്ധ സംവിധാനങ്ങളെ കൊണ്ടും വിമാന വിരുദ്ധ സംവിധാനങ്ങളെ കൊണ്ടും ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയില്ല. കൂടാതെ നിരീക്ഷണത്തിന് വേണ്ടിയും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ അകത്തേക്ക് വന്ന ഈ F-35 വിമാനങ്ങൾ ഇറാഖ് എയർസ്പേസിൽ നിന്നും വീണ്ടും കുറച്ചു ദൂരം കൂടെ പോകേണ്ടതുണ്ട്. അതായത് കുറച്ചു മൈൽ ദൂരം കൂടെ പോകേണ്ടതുണ്ട്. അതായിരുന്നു ലോഞ്ച് പോയിന്റായി അവർ ഫിക്സ് ചെയ്തത്. ഏകദേശം പറഞ്ഞാൽ ഇറാന്റെ അതിർത്തിയിൽ നിന്ന്, ഇറാന്റെ എയർസ്പേസിൽ നിന്ന് കുറഞ്ഞത് ഒരു 40 മുതൽ 50 മൈൽ വരെയെങ്കിലും ഈ മിസൈൽസ് ലോഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിനെ കൊണ്ട് എഫക്റ്റീവായി ഒരു സ്പീഡ് അറ്റൈൻ ചെയ്യാൻ സാധിക്കൂ. മാത്രമല്ല അതിന് നൽകുന്ന ടാർഗറ്റിനെ പ്രോപ്പറായി നിർവീര്യമാക്കാൻ കഴിയൂ. എന്നാൽ ഇവരുടെ ലോഞ്ച് പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ F-35 അൺനോൺ റേഡാർസ് അവിടെ ജാം ചെയ്തു. ഇതിൽ ഇറാനെയും റഷ്യയെയും മാറ്റി നിർത്താം. രണ്ടുപേരുടെ റേഡാറിനെയും നമുക്കിവിടെ കണക്കിലെടുക്കണ്ട. F-35 ഇങ്ങനെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് വന്നപ്പോൾ അൺനോൺ റഡാർ അതിനെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഈ F-35 വിമാനങ്ങളെ സംബന്ധിച്ച് അത് മുഴുവനായും 360 ഡിഗ്രി കവറേജ് നൽകും. റഡാറിനെ കൊണ്ട് അത്രത്തോളം കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. അതിന്റെ മുൻഭാഗത്തുള്ള ASI റഡാർ എന്നത് ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യുന്നതിനും അറ്റാക്ക് ചെയ്യുന്നതിനും മാത്രമാണ്. എന്നാൽ അതിന്റെ വിങ്സിന്റെ സൈഡിലുള്ള റേഡാർ, പിൻഭാഗത്തുള്ള റേഡാർ, ഇവയെല്ലാം റേഡാർ വാർണിംഗ് സിസ്റ്റം ഉണ്ട്. RWS എന്ന് വിളിക്കപ്പെടുന്ന റേഡാറിനെ കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിവുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെങ്ങനെ വർക്കാകുമെന്ന് ചോദിച്ചാൽ സാധാരണ ഇതിപ്പോ എല്ലാ വിമാനങ്ങളിലും ഉണ്ട്. അതിലും ഈ F-35 അഡ്വാൻസ്ഡ് ടെക്നോളജി ഒരു നവീന സാങ്കേതിക വിദ്യയാണ്. അത്രത്തോളം ഫലപ്രദമായ ഒരു സംവിധാനമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി ഈ മുൻഭാഗത്തുള്ള റേഡാർ ശത്രുക്കളെ ട്രാക്ക് ചെയ്യും, അകത്തേക്ക് വരുന്ന വിമാനങ്ങളെ ട്രാക്ക് ചെയ്യും, നശിപ്പിക്കാനുള്ള ടാർഗറ്റ്സ് നൽകും. ഇവയെല്ലാം അത് ചെയ്യും. സൈഡിലുള്ള പിൻഭാഗത്തുള്ള റഡാറിന്റെ ജോലി ശത്രുക്കളുടെ റേഡാർ തങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശത്രുക്കളുടെ റഡാർ തരംഗം ഈ വിമാനത്തിൽ തട്ടുന്നുണ്ടോ, അങ്ങനെ തട്ടി പ്രതിഫലിക്കുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ പൈലറ്റിന് ഒരു വാർണിംഗ് നൽകും. ശത്രുവിന്റെ കണ്ണുകളിൽ നമ്മൾ ദൃശ്യമായിട്ടുണ്ട്,
നമ്മുടെ വിമാനത്തെ അവരുടെ റേഡാറിൽ അവർ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ള ആദ്യ മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങും. ഈ റേഡാർ തരംഗങ്ങൾ അതിന്റെ ആവൃത്തി അധികമാകും തോറും അടുത്ത ഘട്ട വാണിംഗ് നൽകും. നമ്മുടെ വിമാനത്തെ ട്രാക്ക് ചെയ്യുന്നതിനും അപ്പുറം ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നു എന്നുള്ള ഡേറ്റ F-35 വിമാനത്തിന്റെ പൈലറ്റിന് നൽകാൻ തുടങ്ങും. ഇങ്ങനെ ഇറാഖിന്റെ എയർ സ്പേസിൽ വെച്ച് തന്നെ നമ്മുടെ വിമാനങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ള ഡേറ്റ F-35 പൈലറ്റിന് നൽകാൻ തുടങ്ങി. ഇത് സംഭവിച്ചതിന് ശേഷമാണ് അവർ അപകടമൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇവർ ചെയ്യാൻ പോകുന്ന റിട്ടാലിയേഷൻ എന്നത് പല രാജ്യങ്ങളുടെയും എതിർപ്പുകൾക്കിടയിലാണ് ചെയ്തത്. ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ റെസ്പോൺസ് മറ്റൊരു രീതിയിലായിരിക്കുമെന്ന് അമേരിക്ക തന്നെ ഓപ്പണായി സമ്മതിച്ചു. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിന്റെ റെസ്പോൺസിനെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ഒരുപക്ഷെ അതിനുമപ്പുറം നമ്മൾ അകത്തേക്ക് പോയാൽ അതൊരു വലിയ ദുരന്തത്തിൽ അവസാനിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇറാൻ ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തി. F-35 തന്നെ എടുക്കാം. അതിനെ ഒരുപക്ഷെ വെടിവെച്ച് വീഴ്ത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ മാറിയിട്ടുണ്ടാകും? അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ്, ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനം, അതിനെ S-300 വെടിവെച്ച് വീഴ്ത്തി, അല്ലെങ്കിൽ പവർ എയർ ഡിഫൻസ് സിസ്റ്റം വെടിവെച്ച് വീഴ്ത്തി. ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവിടെ കഥ മറ്റു രീതിയിലേക്ക് പോകും. അതിനാൽ അപകടം വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രീ പ്ലാൻഡ് ലോഞ്ച് പോയിന്റിന് മുൻപ് തന്നെ പല മൈൽസ് ദൂരത്തിൽ വെച്ച് ഇവർ അവരുടെ മിസൈൽസിന് ലോഞ്ച് ചെയ്തു. ഇത് നടന്നവസാനിച്ച കാര്യമാണ്. ഇതിൽ എന്തുകൊണ്ട് റഷ്യയെ അകത്തേക്ക് കൊണ്ടുവന്നു? സത്യത്തിൽ ഇത് ചെയ്തത് ആരാണ് എന്ന് പോലും അറിയില്ല. ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ആണോ ചെയ്തത്? റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇത് ചെയ്തോ എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയാത്ത ഒരു ചോദ്യമാണ്. അതിനുള്ള കാരണം ഇറാന്റെ പക്കൽ S-300 ഉണ്ട്. വീണ്ടും അവർ ആഭ്യന്തരമായി നിർമ്മിക്കുന്ന പല എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്സിന്റെ റേഡാർ സംവിധാനങ്ങളുണ്ട്. അതിനെ കൊണ്ട് പരമാവധി 500 കിലോമീറ്റർ വരെയും അതിന്റെ എക്സ്റ്റൻഡ് റേഞ്ച് നൽകാൻ സാധിക്കും. ഇനി ഇറാഖിന്റെ എയർ സ്പേസിൽ ബോർഡറോട് ചേർന്നുള്ള 31% പ്രദേശങ്ങളെയും ഇറാനെ കൊണ്ട് ഒബ്സർവ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഈ ലോഞ്ച് പോയിന്റ് ഇറാന്റെ ഒബ്സർവേഷൻ പോയിന്റിന് ഏകദേശം അടുത്താണ്, മുഴുവനും അതിനകത്തല്ല. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്, ഇറാൻ ഇപ്പോ റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ടുള്ള മുർമാൻസ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, ഇതിന്റെ പരമാവധി റേഞ്ച് 1200 കിലോമീറ്റർ ആണ്. എത്ര തന്നെ ഇതിനെ കൊണ്ട് ട്രാക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ശത്രുക്കളുടെ ഇലക്ട്രോണിക് ഡിവൈസസിനെ ജാം ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. അകത്തേക്ക് വരുന്ന വിമാനങ്ങളെക്കുറിച്ചുള്ള അലേർട്ട്നെസ് മറ്റ് ഡിവൈസസിനെ ഷെയർ ചെയ്യാനുള്ള പ്രത്യേക സൗകര്യവും ഈ ഒരു മുർമാൻ സിസ്റ്റത്തിനുണ്ട്. അപ്പോ ഇതിനു മുൻപ് ഒരു പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, റഷ്യയുടെ പക്കൽ നിന്ന് മുർമാൻ സിസ്റ്റം ഇറാൻ വാങ്ങി, അതവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, ആരും നിഷേധിക്കുന്നില്ല. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, പകരം ഇറാനും ഇസ്രായേലിനെ ആക്രമിച്ചു. ഇതിൽ രണ്ട് ഭാഗത്തിനും വലിയ രീതിയിലുള്ള വിജയം ലഭിച്ചില്ല. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച് ചെറിയ ചെറിയ കേടുപാടുകൾ വരുത്തി. അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനെ ആക്രമിച്ച് ചെറിയ ചെറിയ കേടുപാടുകൾ നൽകി. പക്ഷെ പൂർണ്ണമായ ഒരു വിജയം രണ്ട് ഭാഗത്തിനും അവിടെ ക്ലെയിം ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെ ഇറാന്റെ ഈ ഒരു സിസ്റ്റംസ് ഒരുപക്ഷെ നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ടാകാം. ഇനി റഷ്യ അകത്തേക്ക് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കഥ ആരംഭിക്കുന്നത്. സിറിയയിൽ റഷ്യയുടെ S-400 ഉണ്ട്. ഈ ചെറിയ മാപ്പ് നിങ്ങൾ നോക്കുക. S-400ന്റെ മാക്സിമം ടാർഗറ്റ് റേഞ്ച് ഇതിൽ കാണും. ഇതിൽ ഇറാഖിന്റെ ചില ഭാഗങ്ങളും വരുന്നുണ്ട്. എന്നാൽ S-400ന്റെ ടാർഗറ്റ് ട്രാക്കിംഗ് മോഡുണ്ട്. ടാർഗറ്റ് എൻഗേജ് ചെയ്യുന്നത് മാത്രമാണ് ഈ 400 കിലോമീറ്റർ. എന്നാൽ അതിനെ ട്രാക്ക് ചെയ്യുന്നത് 600 കിലോമീറ്ററിനും അപ്പുറമാണ്. റഷ്യയുടെ വ്യോമതാവളത്തിലുള്ള S-400നെ കൊണ്ട് ഇറാഖ് എയർ സ്പേസിൽ പറക്കുന്ന വിമാനങ്ങളെ തീർച്ചയായും നിരീക്ഷിക്കാൻ സാധിക്കും. കൂടാതെ ഇസ്രായേലിന്റെ വ്യോമസേന അവരുടെ വിമാനങ്ങൾ എവിടെ നിന്നും തിരിക്കുന്നു എന്നുള്ള എല്ലാ വിവരങ്ങളും ലോഞ്ചായ അടുത്ത സെക്കൻഡ് തന്നെ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്സിനെ കൊണ്ട് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം അതിന്റെ കവറേജ് അത്രത്തോളം ഉണ്ട്. കവറേജ് റേഞ്ചിനുള്ളിലാണ് ഇവയെല്ലാം വരുന്നത്. ഇതിലും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് മറ്റൊന്നാണ്. ഇനി ഈ ഒരു കാര്യത്തിൽ മിസ്സായി. എങ്ങനെയോ ഇസ്രായേലിന്റെ വിമാനങ്ങൾ അവരുടെ ഫൈറ്റർ ജെറ്റ്സിനെ ജോർദൻ എയർ സ്പേസ് ക്രോസ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവന്നു. റഷ്യയുടെ A-50 AWACS സിറിയയിൽ ആക്റ്റീവായുണ്ട്. ഇതിന്റെ റേഞ്ച് എന്നത് പരമാവധി 800 കിലോമീറ്റർ വരെയുണ്ട്. ഇപ്പോ ഈ കാര്യങ്ങളെല്ലാം ഒന്നോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഒരു യാദൃശികമായി തന്നെ തോന്നും. ഇറാൻ ആദ്യം പറഞ്ഞത് റഷ്യയുടെ പക്കൽ നിന്ന് ശരിയായ ഇന്റലിജൻസ് ഞങ്ങൾക്ക് ലഭിച്ചുവെന്ന്. ഇസ്രായേലിന്റെ വ്യോമസേന അവരുടെ എയർഫോഴ്സ് വിമാനങ്ങൾ ലോഞ്ച് ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ചുള്ള ശരിയായ വിവരം ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് അവർ ഔദ്യോഗികമായി തന്നെ IRGC ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. അപ്പോ ഇവിടെ ഇസ്രായേൽ ഇറാനിൽ ഒരു ആക്രമണം നടത്താൻ പോകുന്നു. അവരുടെ വിമാനങ്ങൾ തിരിച്ചത് മുതലുള്ള എല്ലാ കോർഡിനേറ്റ്സും റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട്.
കൂടാതെ റഷ്യയുടെ S-400 റഡാറിലോ അല്ലെങ്കിൽ A-50 AWACS റഡാറിലോ ഇസ്രായേലിന്റെ വിമാനങ്ങൾ തീർച്ചയായും കുടുങ്ങിയിട്ടുണ്ടാകും. F-35 കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇതൊരു വലിയ ട്വിസ്റ്റായി മാറിയിരിക്കുകയാണ്. എന്നാൽ അന്ന് ഏതെങ്കിലും ഒരു വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശരിയായ റഡാർ സിഗ്നേച്ചേഴ്സ് ഇറാന് റഷ്യ നൽകിയിരുന്നെങ്കിൽ ഇന്ന് മറ്റു രീതിയിലേക്ക് സംഭവങ്ങളെല്ലാം മാറിയിരിക്കുമായിരുന്നു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചെങ്കിലും അതിലൊരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അവർ എന്തുദ്ദേശത്തിലാണോ അകത്തേക്ക് പോയത് അത് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഈ സംഭവങ്ങളാണ്. എന്നാൽ ഇപ്പോൾ വരെയും ഇതാര് ചെയ്തു എന്നുള്ള ശരിയായ വിശദീകരണം ആർക്കും നൽകാൻ സാധിച്ചില്ല. ഇവിടെ റഷ്യയുടെ പങ്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സത്യത്തിൽ ഇതാര് ചെയ്തിട്ടുണ്ടാകും? ഇസ്രായേൽ അകത്തേക്ക് കടന്നതിന്റെ ഉദ്ദേശം അവർ നേടിയെടുത്തോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.